അമേരിക്കൻ സൈനിക ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ബോംബിംഗ് റെയ്ഡ്. ഇറാന്റെ സാമ്പത്തിക ഹൃദയമായ ഖാർഗ് ഐലൻഡിനെ ലക്ഷ്യം വെച്ച് B-2 സ്റ്റെൽത്ത് ബോംബറുകൾ നടത്തിയ ആക്രമണം പശ്ചിമേഷ്യയെ പിടിച്ചുലയ്ക്കുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ നേരിട്ടുള്ള ഉത്തരവിൽ നടന്ന ഈ ആക്രമണം ദ്വീപിലെ സൈനിക കേന്ദ്രങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കി. ഇറാന്റെ 90% എണ്ണ കയറ്റുമതിയും നടക്കുന്ന ഈ ക്രൗൺ ജുവലിലെ റഡാർ സംവിധാനങ്ങളും വ്യോമ പ്രതിരോധവും തകർത്തെന്ന് പെന്റഗൺ സ്ഥിരീകരിച്ചു. എന്നാൽ ഇറാന്റെ പ്രതികരണം ഇതിലും ഭയാനകമാണ്. ഖാർഗിലെ എണ്ണക്കിണറുകളിൽ അമേരിക്ക തൊട്ടാൽ മേഖലയിലുള്ള US കമ്പനികളെയും സഖ്യരാജ്യങ്ങളുടെ എണ്ണക്കേന്ദ്രങ്ങളെയും ചാരക്കൂമ്പാരമാക്കും എന്നാണ് ഇറാന്റെ പുതിയ ഭീഷണി. യുദ്ധം രൂക്ഷമായതോടെ ആഗോള എണ്ണവില $100 മുകളിലെത്തി. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ LPG സിലിണ്ടർ ക്ഷാമം രൂക്ഷമാകുകയാണ്. ബാംഗ്ലൂരുവും മുംബൈയും ഉൾപ്പെടെയുള്ള നഗരങ്ങൾ കോവിഡ് കാലത്തിന് സമാനമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാഖിലെ US വിമാനാപകടത്തിൽ 6 സൈനികർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നു. ഇതിനിടെ 2500 മറീനുകളുമായി USS ട്രിപ്പോളി ഇറാൻ തീരത്തേക്ക് അടുക്കുന്നത് ഖാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാനുള്ള കരയുദ്ധത്തിന്റെ സൂചനയാണോ എന്ന് ലോകം ഭയപ്പെടുന്നു. ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും അടച്ചാൽ ആഗോള വിപണി തകരും. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മോജ്തബ ഖമേനി പരിക്കേറ്റ് ഒളിവിലാണെന്ന് റിപ്പോർട്ടുകളുണ്ടെങ്കിലും ഇറാന്റെ പോരാട്ടവീര്യത്തിന് കുറവില്ല. അടുത്ത 24 മണിക്കൂർ ഈ യുദ്ധത്തിന്റെ വിധി നിർണ്ണയിക്കും. ലോകത്തെ മാറ്റാൻ പോകുന്ന ഈ യുദ്ധവാർത്തകളുടെ തത്സമയ അപ്ഡേറ്റുകൾക്കായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക.